ഇന്ന് ജനുവരി 22, 2024. ഇന്നേക്ക് 25 വർഷം മുന്നേ ഇതേ ദിവസം അർദ്ധരാത്രിയിലാണ് ഒഡീഷയിലെ കിയോൺജാർ ജില്ലയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ തൻ്റെ വാഹനത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന ആസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറിയായ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ ഫിലിപ്പിനെയും തിമോത്തിയെയും മതതീവ്രവാദികൾ തീവെച്ച് കൊന്നത്. 1965 ജനുവരി മാസം 18-ാം തീയതി പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഒഡീഷയിൽ എത്തിച്ചേർന്ന ഗ്രഹാമിനെ ആദിവാസികളുടെ ഇടയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നുവെന്ന കുറ്റം ചുമത്തിയാണ് ജീവനോടെ ചുട്ടെരിച്ചത്. വർഗീയതയുടെ ഈ തീനാളങ്ങൾ ഇല്ലാതാക്കിയത് സ്വന്തം രാജ്യത്തേക്കാൾ ഇന്ത്യയെ സ്നേഹിച്ച, ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലും ഒഡീസയിലെ നിർധനരായ കുഷ്ഠരോഗികളെ കാണിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു മനുഷ്യസ്നേഹിയെയും നിഷ്കളങ്കരായ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെയുമാണ്. ഭർത്താവിൻ്റെ കൊലപാതകത്തിൽ ഗ്ലാഡിസിൻ്റെ പ്രതികരണമായിരുന്നു മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശം. എൻ്റെ ഭർത്താവിൻ്റെ ഘാതകരോട് ഞാൻ പൂർണ്ണമായി ക്ഷമിച്ചു. എനിക്ക് ആരോടും പരിഭവമില്ല. അവർ ദൈവസ്നേഹം അനുഭവിക്കട്ടെ. ഇന്ന് 1/4 നൂറ്റാണ്ട് തികയുമ്പോഴും ഈ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകൾ നൊമ്പരമായി അവശേഷിക്കുന്നു. യേശുവിൻ്റെ സ്നേഹവും കരുതലും തൻ്റെ ജീവിതത്തിലൂടെ കാണിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കരിയിച്ചു കളയാനാവില്ല ഒരു ശക്തിക്കും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. God bless you all.